നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാളമീൻ കൊണ്ടുള്ള ഒരു മീൻ കറിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പം ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു നുള്ള് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 8 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 12 ചുമന്നുള്ളി ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുമന്നുള്ളിക്ക് പകരമായിട്ട് ഒരു മീഡിയം സൈസുള്ള സബോള എടുത്താലും മതി. പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഉള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. ഈ വാളക്കറിക്കൊക്കെ കുറച്ച് എരിവ് വേണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരേക്ക് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പം ഇതിൻ്റെ മസാലയുടെ കളറെല്ലാം മാറി നല്ല മസാലയെല്ലാം നല്ല മൂത്തിട്ടുള്ള മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിത് ചട്ടിയിലോട്ട് മാറ്റാൻ പോകുവാണ്. ഞാൻ മസാല ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ മസാല വേറെ പാത്രത്തിൽ ഉണ്ടാക്കിയത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ചട്ടിയിൽ മസാല തയ്യാറാക്കിയാൽ നമ്മുടെ ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ചൂട് കൂടിയിട്ട്. കാരണം നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണല്ലോ വെക്കുന്നത്. അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്, അതായത് വിറകടുപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചട്ടിയിൽ തന്നെ മസാല ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ മീൻകറി വയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ. ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. 4 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇത് 1 കിലോ മീനുണ്ട്. ഞാൻ ഇത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം മീൻ ഇട്ടതിന് ശേഷം തിളച്ച് വരുമ്പം നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. അതിനു മുമ്പായി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ആദ്യമേ നമ്മൾ കുറച്ച് വെള്ളമേ ചേർക്കാൻ പാടുള്ളൂ. അതായത് ഒരുപാട് വെള്ളം വേണ്ട. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ ഗ്രേവി ഒരു ടേസ്റ്റ് ഇല്ലാതാകും. അതുകൊണ്ട് ഇതുകൊണ്ട് നമ്മുടെ മീനിന് നെകക്കെ വെള്ളം നിൽക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ചേർത്തത്. അത് മീൻ ഇട്ട് കഴിയുമ്പം കുറച്ചുകൂടെ വേണം തോന്നിയാൽ കുറച്ചുകൂടി ഒഴിക്കാം. ആദ്യമേ ഒഴിക്കരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാമേ. ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഞാനിതിൻ്റെ ഉപ്പ് നോക്കിയിട്ടുണ്ട്. ഇത് കറക്റ്റ് ഉപ്പുണ്ട്, ആവശ്യത്തിനുള്ളതുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് പോരെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഈ ടൈമിൽ നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കുമ്പോൾ അറിയാമല്ലോ പുളി കൂടിയിട്ടുണ്ടോ. പുളി കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിരിക്കുന്ന കുടംപുളി എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. കാരണം ഇനിയും മീൻ ഇരിക്കുമ്പം അതിലേക്ക് കുടംപുളിയുടെ പുളി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. പുളി കൂടുതലാണെങ്കിൽ മാറ്റി വയ്ക്കണേ. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ സ്റ്റൗവിൽ വെച്ച് കുറച്ചുകൂടി ഒന്ന് ഗ്രേവി പറ്റിച്ച് എടുക്കാം. മീൻ വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ചെക്ക് ചെയ്തു, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് കഴിക്കാൻ നേരത്തെ എടുക്കുമ്പോൾ കറക്റ്റായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി നമുക്ക് കൂട്ടാവുന്നതാണ്. അതുപോലെ നമ്മൾ ആ കൂട്ടുന്ന ഇപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുക. അതല്ല നമുക്ക് രാവിലെ കപ്പയുടെ ഒക്കെ കൂടെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ രാത്രിയിലേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം മീൻകറി വെച്ച ഉടനെ കൂട്ടിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകില്ല. ഇതിപ്പം ഞാൻ നാളെ രാവിലെ കപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ. താങ്ക് യു.